ഹായ് സ്റ്റുഡൻസ്, അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. സോ വാട്ട് ഈസ് സിമെട്രി? എന്താണ് സിമെട്രി എന്ന് പറഞ്ഞാല് നമ്മൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്നതാണ് അല്ലെ. സിമെട്രി എന്ന് പറഞ്ഞാല് നമ്മള് എന്താണ്, ഇപ്പൊ നമുക്കൊരു പിക്ചർ തന്നാൽ അതിനെ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതിനെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയാം. അപ്പൊ നമ്മൾ 6th സ്റ്റാൻഡേർഡിലൊക്കെ ഇപ്പൊ നമുക്കൊരു പിക്ചർ തന്നാൽ അതിനെ സിമെട്രി ഈക്വൽ ഹാഫ്, നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ട് പാർട്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം അല്ലെ. അതിനെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയാം. സിമിലർ പാർട്സ് ആക്കുന്നതിനെയാണ് നമ്മൾ സിമെട്രി എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മള് 7th സ്റ്റാൻഡേർഡിലും സിമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. കണ്ടോ, നമ്മളെ പിക്ചർ തന്നത്. സിമെട്രി എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് ജോമെട്രിക്കൽ കൺസെപ്റ്റ് commonly exhibited in nature and is used almost in every field of activity. നമ്മൾ എല്ലാത്തിലും യൂസ് ചെയ്യുന്നതാണ് സിമെട്രി എന്ന് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ കണ്ടോ, ഇപ്പൊ ആർക്കിടെക്ചർ ഇപ്പൊ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണ്. ഇതിപ്പോ എന്താണ്, ഈ ബിൽഡിങ്ങിനെ നമ്മൾ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈക്വൽ ഹാഫ്, ദാറ്റ് മീൻസ് നമ്മൾ ഇതിനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ലെഫ്റ്റ് പാർട്ടും റൈറ്റ് പാർട്ടും എന്താണ്? ഒരുപോലെയല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാ? ഇതിനെ നമ്മൾ സിമിലർ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതിനെ നമ്മളെ ഇതിന്റെ ഈ ഒരു പിക്ചറിന്റെ മിഡില് നമ്മൾ ഒരു ലൈൻ ഓഫ് സിമെട്രി, അതാണ് ലൈൻ ഓഫ് സിമെട്രി. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതുപോലെ കണ്ടോ, എഞ്ചിനീയറിംഗിൽ ഈ കാർ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ കാറിൽ എന്താ? കാറിനെ നമ്മൾ ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇതിന്റെ മിഡിലിൽ നമ്മൾ ഇങ്ങനൊരു ലൈൻ ഓഫ് സിമെട്രി വരച്ചാൽ ഇതിന്റെ ഈ ഒരു ലെഫ്റ്റ് സൈഡും ഇതിന്റെ റൈറ്റ് സൈഡും എന്താണ്? ഈക്വൽ അല്ലേ, ഒരുപോലെ അല്ലേ കാണാന്. അതുപോലെ നോക്ക, നേച്ചറിലുള്ള ഇതൊരു ടേർട്ടിലാണ് അല്ലെ. അപ്പം ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പം അതിന്റെ ഈ ഒരു പാർട്ടും എന്താ? സിമിലർ ആണ് അല്ലെ. അപ്പം ഇതാണ് സിമെട്രി എന്ന് പറഞ്ഞാല്. ഇവിടെ നമുക്ക് ഇങ്ങനെ ചില സാധനങ്ങളെ നമ്മൾ ഇങ്ങനെയും എന്ത് ചെയ്യും? ഡിവൈഡ് ചെയ്യും. ഇവിടെ നമ്മൾ കണ്ടോ, നേച്ചറില് ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തത് ഇങ്ങനെയാണ് അല്ലെ. ബട്ട് കാറിന്റെ എക്സാമ്പിൾ എടുത്ത് നോക്കുക, കാറിന് നമ്മൾ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്തത് അല്ലെ. അപ്പൊ ഹൊറിസോണ്ടലി ഉണ്ട്, വേർട്ടിക്കലി ഉണ്ട്. ഹൊറിസോണ്ടലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും, വേർട്ടിക്കലി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, എ ഫിഗർ ഹാസ് എ ലൈൻ സിമെട്രി. ഒരു ഫിഗറിന് ലൈൻ സിമെട്രി ഉണ്ടാവുക ഇഫ് ദർ ഈസ് എ ലൈൻ about which the figure may be folded so that the two parts of the figure will coincide. Okay, ഇപ്പൊ നമുക്ക് അതിനൊരു ലൈൻ സിമെട്രി ഉണ്ടാവുക എന്ന് പറയാം. അവിടെ എന്തായിരിക്കണം? there is a line, അവിടെ ഒരു ലൈൻ ഉണ്ടായിരിക്കണം. about which the figure may be folded, ആ ഫിഗർ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ so that the two parts of the figure will coincide, ഒരുപോലെ ആയിരിക്കും. കണ്ടോ, ഇപ്പൊ നമ്മൾ ഇതൊരു നമ്മുടെ ഇംഗ്ലീഷ് ആൽഫബറ്റിത്തെ ടി പോലെ ഉണ്ട് അല്ലെ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനെ ഡിവൈഡ് ചെയ്തു. ദാറ്റ് മീൻസ് നമ്മൾ വേർട്ടിക്കലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്താ? ഇതിനെ നമുക്ക് ഈക്വൽ ഹാഫ് ആയിട്ടല്ലേ ഡിവൈഡ് ചെയ്യുന്നത്. കണ്ടോ, ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും എന്താ? ഒരുപോലെ കോയിൻസൈഡ്. ദ ടു പാർട്സ് ഓഫ് ദ ഫിഗർ കോയിൻസൈഡ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഷേപ്പ് നോക്കാം. കണ്ടോ, ഈ ഷേപ്പിൽ നമ്മൾ ഇതിനെ ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി വരയ്ക്കുമ്പോൾ അതിന്റെ ഈ ഒരു പാർട്ടും ഈക്വൽ അല്ലേ, ഒരുപോലെയല്ലേ, സെയിം ആണ് അല്ലെ, സിമിലർ ആണ്. അതുപോലെ നമ്മൾ നോക്കുക, ഇത് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് എം പോലെ ഉണ്ട് അല്ലെ. അപ്പൊ എമ്മിനെയും നമ്മൾ എന്താണ്? വേർട്ടിക്കലി ഡിവൈഡ് ചെയ്തു. അപ്പം ഇങ്ങനെയും കിട്ടി, അതുപോലെ ഇവിടെ ഇങ്ങനെയും. കണ്ടോ, ഒരുപോലെ രണ്ട് പാർട്ടും എന്താണ്? ഒരുപോലെ. ഇത് രണ്ടും ഫോൾഡ് ചെയ്യുമ്പോൾ കോയിൻസൈഡ് ചെയ്യണം. കണ്ടോ, the figure may be folded so that the two parts of the figure will coincide. അപ്പൊ പേപ്പർ കൊണ്ട് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ടീ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനെ നമ്മൾ മടക്കി ഫോൾഡ് ചെയ്ത് വെക്കുമ്പോൾ എന്താണ്? കോയിൻസൈഡ് ആവണം. അതുപോലെ ഇതിനെങ്ങോട്ട് മടക്കുമ്പോൾ ഒരുപോലെ, അവിടെ എക്സ്ട്രാ പാർട്സ് ഒന്നും ഉണ്ടാവില്ല. കണ്ടോ, ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ കൊണ്ട് ഉണ്ടാക്കി. ഇനി നമ്മൾ അതിനെ വേർട്ടിക്കലി ഫോൾഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ മേലെ ഈ ഒരു സാധനം എന്നാണ്ട് ഇതും എന്താവും? ഇങ്ങനെയാവും അല്ലെ. അതുപോലെ ഈ ഒരു ഏരോ മാർക്ക് നോക്ക്, ഈ ഒരു ഷേപ്പ് എന്താണ്? ഈ ഒരു ഈ ഫിഗറിനെ നമ്മൾ എന്ത് ചെയ്തു? ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പൊ ഹൊറിസോണ്ടലി ഡിവൈഡ് ചെയ്തപ്പം ഇനി ഇതിന് നമ്മൾ പേപ്പർ കൊണ്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കുകയാണ്, ഇങ്ങനെ ഒരു ഫിഗർ ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. അപ്പൊ നമുക്ക് കോയിൻസൈഡ് ആയി വരൂലേ.
the figure may be folded so that the two parts of the figure എന്തായിരിക്കണം, കോയിൻസൈഡ് ആയിരിക്കണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കിയിട്ട് അതിനെ നമ്മൾ ഹൊറിസോണ്ടലി ഇങ്ങനെ ഫോൾഡ് ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും, അത് കോയിൻസൈഡ് ആയിട്ട് വരും. ഓക്കെ, അപ്പം ഇതാണ് ലൈൻ സിമെട്രി. ഇപ്പൊ നമുക്ക് ഏതൊരു ഫിഗർ തന്നാലും അതിനെ ലൈൻ സിമെട്രി എങ്ങനെയാണ് വരയ്ക്കാൻ, ഇവിടെ നമുക്ക് എന്താണ് വേർട്ടിക്കലി ആണ് നമ്മൾ വരച്ചത്, അതുപോലെ ഇതിന് ഹൊറിസോണ്ടലി ആണ്, ഇതിനെങ്ങനെ സൈഡ് ആക്കിയിട്ടാണ്. അപ്പൊ ആ ഫിഗർ കണ്ടാൽ നമുക്ക് എന്താവണം, മനസ്സിലാവണം എങ്ങനെയാണ് നമ്മൾ ലൈൻ ഓഫ് സിമെട്രി വരയ്ക്കുക എന്നുള്ളത്. ക്ലിയർ? The lines of symmetry for regular polygon. എന്താ, what do you mean by regular polygon? Regular polygon എന്ന് പറഞ്ഞാൽ എന്താ? സോ റെഗുലർ പോളിഗൺ പഠിക്കുന്നതിന്റെ മുന്നേ നമുക്ക് എന്താണ് പോളിഗൺ എന്നുള്ളത് നോക്കാം. എന്താ പോളിഗൺ എന്ന് പറഞ്ഞാൽ, എ പോളിഗൺ ഈസ് എ ക്ലോസ്ഡ് ഫിഗർ മെയ്ഡ് ഓഫ് സെവറൽ ലൈൻ സെഗ്മെന്റ്. പോളിഗൺ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഫിഗർ ആണ്, അത് ഓപ്പൺ ആയിരിക്കൂല, ക്ലോസ്ഡ് ആയിരിക്കും. മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലൈൻ സെഗ്മെന്റ്, കുറെ ലൈൻ സെഗ്മെന്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ പോളിഗൺ എന്ന് പറയാം. അപ്പൊ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, അത് ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും, മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലൈൻ സെഗ്മെന്റ്സ്. എന്താണ് ലൈൻ സെഗ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചത് അല്ലെ? ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു പോയിന്റിന്ന് വേറൊരു പോയിന്റിലോട്ടുള്ള ഇതിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയാം അല്ലെ? ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമ്പോഴാണ് അതിനെ നമ്മൾ ലൈൻ എന്ന് പറയാം. അപ്പൊ ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് ഒരു പോയിന്റിന്ന് വേറൊരു പോയിന്റിലോട്ട് വരയ്ക്കുന്നതിനെയാണ് നമ്മൾ ലൈൻ സെഗ്മെന്റ് എന്ന് പറയാം. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പോളിഗൺ ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പം ഇങ്ങനെ നമുക്കൊരു ഷേപ്പ് തന്നു, എന്നിട്ട് നമ്മളോട് പറഞ്ഞു ഇത് പോളിഗൺ ആണോ എന്ന് ചോദിച്ചു. ഇറ്റ് ഈസ് പോളിഗൺ ഓർ നോട്ട്? ഇത് ക്ലോസ്ഡ് ആണോ ഓപ്പൺ ആണോ? ഇത് ഓപ്പൺ ആണ് അല്ലെ? ഈ ഒരു ഫിഗർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് ഓപ്പൺ ആണ്. ക്ലോസ്ഡ് ആവണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ തന്നെ എന്ത് ചെയ്യണം, എൻഡ് ആവണം. ഇനി ഇപ്പൊ നമുക്ക് പറയാം ഇതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്. അപ്പൊ എപ്പോഴും പോളിഗൺ ക്ലോസ്ഡ് ആയിരിക്കണം. അപ്പൊ ഇങ്ങനെയാണെങ്കിൽ ഇതൊരു പോളിഗൺ ആണ്. ഇനി ഇത് ഓപ്പൺ ആയിട്ടാണെങ്കിൽ നമുക്ക് പറയാം ഇതൊരു പോളിഗൺ അല്ല. പോളിഗൺ എപ്പോഴും ക്ലോസ്ഡ് ഫിഗർ ആയിരിക്കും. മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലൈൻ സെഗ്മെന്റ്, ലൈൻ സെഗ്മെന്റ് കൊണ്ടായിരിക്കണം. ഇപ്പൊ സപ്പോസ് സർക്കിൾ ക്ലോസ്ഡ് ആണ് അല്ലെ? സർക്കിൾ പോളിഗൺ ആണോ? ക്ലോസ്ഡ് ആണ്. ബട്ട് സെക്കൻഡ് കണ്ടീഷൻ എന്താ? അത് സെവറൽ ലൈൻ സെഗ്മെന്റ് കൊണ്ടായിരിക്കണം ഉണ്ടാക്കിയത്. അപ്പൊ ഇത് ലൈൻ സെഗ്മെന്റ് കൊണ്ടാണോ? അല്ലല്ലോ. സർക്കിൾ എന്ന് പറഞ്ഞാൽ കേർവ് അല്ലേ? അപ്പം നമുക്ക് പറയാം സർക്കിൾ ഒരു പോളിഗൺ അല്ല. ഓക്കെ, അപ്പം സ്ക്വയർ ആണെങ്കിലോ? സ്ക്വയർ എന്ന് പറഞ്ഞാല് ക്ലോസ്ഡ് ഫിഗർ, സ്ക്വയറിൽ ക്ലോസ്ഡ് ഫിഗറും ആണ്, അത് മെയ്ഡ് അപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റും ആണ്. എത്ര ലൈൻ സെഗ്മെന്റ് ഉണ്ട്? 1 2 3 4 ലൈൻ സെഗ്മെന്റും ഉണ്ട്. അപ്പൊ നമുക്ക് പറയാം ഇതൊരു 4 സൈഡഡ് പോളിഗൺ ആണ്. ക്ലിയർ? അപ്പൊ പോളിഗൺ ക്ലിയർ ആയോ? പോളിഗൺ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ആയിരിക്കണം, മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലൈൻ സെഗ്മെന്റ്. ഓക്കെ, ഇതിപ്പോ ഇനി എന്താണ് റെഗുലർ പോളിഗൺ എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന്റെ മുന്നേ ദ പോളിഗൺ മെയ്ഡ് അപ്പ് ഓഫ് ലീസ്റ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് ഈസ് ദ ട്രയാങ്കിൾ. അപ്പൊ ലീസ്റ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയ പോളിഗണിനെയാണ് നമ്മൾ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ ട്രയാങ്കിൾ ഒരു പോളിഗൺ ആണെന്ന് പറയാം അല്ലെ? ട്രയാങ്കിൾ എന്താണ്? നമ്മൾ ഡ്രോ ചെയ്യുമ്പോൾ ഇത് ക്ലോസ്ഡ് ആണ്. അപ്പൊ ക്ലോസ്ഡ് ആണെങ്കിൽ, ഒരു ക്ലോസ്ഡ് ഫിഗർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു പോളിഗൺ ആണ്. പിന്നെന്താ നമ്മളെ കണ്ടീഷൻ? സെവറൽ ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയതായിരിക്കണം അല്ലെ? അപ്പം 3 ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയ ഈ ഒരു ഫിഗർ എന്താണ്? പോളിഗൺ ആണ്. ബിക്കോസ് ദിസ് ഈസ് ക്ലോസ്ഡ് ഫിഗർ ആൻഡ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 3 ലൈൻ സെഗ്മെന്റ്. അപ്പൊ ഏറ്റവും ചെറിയ പോളിഗൺ ആണ് നമ്മളെ ട്രയാങ്കിൾ. ഓക്കെ, 2 ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയ പോളിഗൺ ഉണ്ടായിരിക്കുമോ? അപ്പൊ 2 ലൈൻ സെഗ്മെന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇങ്ങനെയൊക്കെ ഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. 2 ലൈൻ സെഗ്മെന്റ് ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പോൾ ഒരു ലൈൻ സെഗ്മെന്റും കൂടെ വരൂലേ? അപ്പൊ 3 ലൈൻ സെഗ്മെന്റ് ആവും. അപ്പം അത് ട്രയാങ്കിൾ ആയിട്ട് മാറും. 2 ലൈൻ സെഗ്മെന്റ് കൊണ്ട് നമുക്കൊരു ക്ലോസ്ഡ് ഫിഗർ വരയ്ക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പം പോളിഗൺ മെയ്ഡ് അപ്പ് ഓഫ് ലീസ്റ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് ഈസ് ദ ട്രയാങ്കിൾ. അപ്പൊ പോളിഗൺ എന്താണ്? ലൈൻസ് ലീസ്റ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയ പോളിഗൺ ഏതാന്ന് ചോദിച്ചാൽ അത് നമ്മളെ ട്രയാങ്കിൾ ആണ്. ക്ലിയർ? അപ്പൊ പോളിഗൺ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തു? അതൊരു ക്ലോസ്ഡ് ഫിഗർ ആണ്, മെയ്ഡ് അപ്പ് ഓഫ് സെവറൽ ലൈൻ സെഗ്മെന്റ്. അതുപോലെ ഏറ്റവും ചെറിയ ലീസ്റ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയ പോളിഗൺ ഏതാ? ട്രയാങ്കിൾ. ഇനി 4 ആണെങ്കിൽ
ഫോർ സൈഡഡ് പോളിഗൺ സ്ക്വയർ ഉണ്ട്, റെക്ടാംഗിൾ ഉണ്ട്, റോംബസ് ഉണ്ട്, കൈറ്റ്, അതൊക്കെ എന്താണ്? ഫോർ സൈഡഡ് ആണ് അല്ലെ. ഫോർ സൈഡും ആണ്, ക്ലോസ്ഡും ആണ്. അതൊക്കെ മേഡപ്പ് ഓഫ് ലൈൻ സെഗ്മെന്റ് ആണ്. ദെൻ 5 സൈഡഡ് ആണെങ്കിൽ പെന്റഗൺ, 6 ആണെങ്കിൽ ഹെക്സഗൺ, 8 ആണെങ്കിൽ ഒക്ടഗൺ. അങ്ങനെ നമ്മള് കുറെ പോളിഗൺസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നമ്മളോട് പറഞ്ഞത് റെഗുലർ പോളിഗന്റെ സിമെട്രി ആണ് നമ്മൾ നോക്കുന്നത്, ലൈൻ ഓഫ് സിമെട്രി. അപ്പൊ എന്താണ് റെഗുലർ പോളിഗൺ എന്ന് പറഞ്ഞാൽ? A polygon is said to be regular if all its sides are equal length. എന്താണ്? എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയാം. ആൻഡ് ഓൾ ഇറ്റ്സ് ആംഗിൾ ആർ ഓഫ് ഈക്വൽ മെഷർ. അപ്പം എന്താണ്? സൈഡ്സ് ഒക്കെ എന്തായിരിക്കണം? ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അതുപോലെ ആംഗിൾസ് ആർ ഓഫ് ഈക്വൽ മെഷർ. സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കണം, ആംഗിൾസ് ഒക്കെ ഈക്വൽ ആയിരിക്കണം. അതിനെയാണ് നമ്മൾ റെഗുലർ പോളിഗൺ എന്ന് പറയാം. റെഗുലർ പോളിഗന്റെ കണ്ടീഷൻ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അതുപോലെ ഓൾ ഇറ്റ്സ് ആംഗിൾസ് ആർ ഓഫ് ഈക്വൽ മെഷർ. എല്ലാ ആംഗിൾസും ഈക്വൽ മെഷർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് റെഗുലർ പോളിഗൺ എന്ന് പറയാം. Thus an equilateral triangle is a regular polygon of 3 sides. അപ്പൊ നമുക്കറിയാം ഏറ്റവും ചെറിയ പോളിഗൺ എന്ന് പറഞ്ഞാല് ട്രയാങ്കിൾ ആണ് അല്ലെ. ലീസ്റ്റ് നമ്പർ ഓഫ് ലൈൻ സെഗ്മെന്റ് കൊണ്ട് ഉണ്ടാക്കിയ പോളിഗൺ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് പഠിച്ചിട്ടുണ്ട് അല്ലെ. സൈഡ്സ് വെച്ചിട്ട് ഓൾ സൈഡ്സ് ആർ ഈക്വൽ ആണെങ്കിൽ ഇതിന് നമ്മൾ എന്ത് പറയും? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതുപോലെ 2 സൈഡ്സ് ആണ് ഈക്വൽ എങ്കിൽ അതിനെ നമ്മൾ എന്തായിരുന്നു പറയാ? ഐസോസ്ലസ് ട്രയാങ്കിൾ. ഇനി എല്ലാം ഡിഫറെന്റ് സൈഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും? ഡിഫറെന്റ് സൈഡ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ സ്കെയിലിൻ ട്രയാങ്കിൾ എന്ന് പറയും അല്ലെ. സ്കെയിലിൻ ട്രയാങ്കിൾ. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു റെഗുലർ പോളിഗൺ ആണ്. റെഗുലർ പോളിഗൺ ആവാനുള്ള കണ്ടീഷൻ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം, എല്ലാ ആംഗിൾസും ഈക്വൽ മെഷർ ആയിരിക്കണം. അപ്പൊ നമ്മളോട് പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഒരു റെഗുലർ പോളിഗൺ ആണ്. അതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് അല്ലെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ അതിന്റെ എല്ലാ ആംഗിൾസും എന്തായിരിക്കും? നമുക്ക് നോക്കാം. An equilateral triangle is regular ആണെന്ന് പറയാനുള്ള റീസൺ because each of its sides have same length. അതിന്റെ എല്ലാ സൈഡ്സും എന്താ? ഈക്വൽ ആണ്. എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ളതിനെയാണ് നമ്മൾ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം അല്ലെ. ഇനി എന്താ? അതിന്റെ ആംഗിൾസോ? ആൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾസ് മെഷേഴ്സ് 60 ഡിഗ്രി. അതിന്റെ ഈച്ച് ആംഗിൾ, ഓരോ ആംഗിളും എന്താണ്? 60 ഡിഗ്രി ആണ്. നമുക്കറിയാം അല്ലെ, ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആംഗിൾസ് ആൻഡ് പ്രോപ്പർട്ടി എന്തായിരുന്നു? ഒരു ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസിന്റെ സമ്മും, 3 ആംഗിൾസ് ആണ് അല്ലെ ട്രയാങ്കിളിന് ഉണ്ടാവുക. 3 ആംഗിൾസിന്റെ സമ്മും എന്തായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ സം പ്രോപ്പർട്ടി ഓഫ് എ ട്രയാങ്കിൾ. സോ എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ. 180 ഡിഗ്രി ആണ് അല്ലെ ടോട്ടൽ. അപ്പൊ എക്സ് പ്ലസ് എക്സ് എന്ന് പറഞ്ഞാൽ 3x ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എക്സ് ഈസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 60 ഡിഗ്രി അല്ലെ. 60 ഡിഗ്രി. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 60 ഡിഗ്രിയാണ്. അപ്പൊ ഇതും 60, ഇതും 60, ഇതും 60. അപ്പൊ നമ്മളെ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ എല്ലാ ആംഗിൾസും സെയിം അല്ലേ? 60 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി. എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, എല്ലാ ആംഗിൾസും ഈക്വൽ ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഈസ് എ റെഗുലർ പോളിഗൺ. അപ്പം നമ്മളെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താ? റെഗുലർ ആണ്, റെഗുലർ പോളിഗൺ ആണ്. ഓക്കെ. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റെഗുലർ പോളിഗൺ ആണ്. ദെൻ ഇനി നമുക്ക് സ്ക്വയർ നോക്കാം. എ സ്ക്വയർ ഈസ് ഓൾസോ റെഗുലർ. സ്ക്വയറും റെഗുലർ ആണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ റെഗുലർ ആവാനുള്ള കണ്ടീഷൻ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. അപ്പൊ നമുക്ക് നോക്കാം സ്ക്വയറിന്റെ കേസ്. ബിക്കോസ് അതിന്റെ റീസൺ ഓൾ ഇറ്റ് സൈഡ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. നമുക്ക് അറിയാം അല്ലെ, സ്ക്വയർ നമ്മൾ ചെറിയ ക്ലാസ്സിലേ പഠിക്കുന്നതാണ്. സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 സൈഡ്
ഉള്ളതായിരിക്കും. അതിലെല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിനെയായിരുന്നു നമ്മൾ സ്ക്വയർ എന്ന് പറയാം അല്ലെ. അപ്പൊ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഇനി വാട്ട് അബൌട്ട് ദ ആംഗിൾസ്? ആംഗിൾസോ ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് എ റൈറ്റ് ആംഗിൾ. റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാല് 90 ഡിഗ്രി. അപ്പൊ ഓരോ ആംഗിളും 90 ഡിഗ്രി ആണ്. നമുക്കറിയാം ടോട്ടൽ 360 ഡിഗ്രി ആയിരിക്കൂലേ. സോ എക്സ് 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 എന്ന് കൊടുത്താൽ എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് പ്ലസ് എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ടോട്ടൽ സ്ക്വയറിൻ്റെത് 360 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് 4x ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി, എക്സ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ബൈ 4 എന്ന് വരും. ഓക്കെ, സോ 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 4 എന്ത് വരും? 36 ബൈ 4 9 ആണ്, then 0. സോ എക്സ് ഈസ് ഈക്വൽ ടു 90. അപ്പൊ നമ്മളെ ഓരോ ആംഗിളും എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ എല്ലാ ആംഗിളും ഈക്വൽ അല്ലേ? നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റൂലേ, ഇങ്ങനെ എന്നാൽ 90 ഡിഗ്രി ആണ്. അപ്പൊ എല്ലാ ആംഗിളും 90 ഡിഗ്രി ആണ്. സോ സ്ക്വയറിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആണ്, അഥവാ റൈറ്റ് ആംഗിൾ ആണ്. ഇറ്റ്സ് ഡയഗണൽസ് ആർ സീൻ ടു ബി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് വൺ അനദർ. ദാറ്റ് ഈസ് 90 ഡിഗ്രി ആണ് അല്ലെ, പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാ? നമ്മളെ സ്ക്വയർ ഒരു റെഗുലർ പോളിഗൺ ആണ് എന്ന് പറയാം. അത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റെഗുലർ ആണ്, അതുപോലെ നമ്മളെ സ്ക്വയറും റെഗുലർ ആണ്. ബിക്കോസ് ഓൾ ഓഫ് ഇറ്റ് സൈഡ്സ് ആർ ഈക്വൽ ആൻഡ് ഓൾസോ ഓരോ ആംഗിളും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, then if a pentagon is regular. ഇനി പെന്റഗൺ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്സ് ഉള്ളത് ആണ്. അതുപോലെ ഹെക്സഗൺ 6 സൈഡ്, ഹെപ്റ്റഗൺ 7 സൈഡ്, ഒക്ടഗൺ 8 സൈഡ്. അങ്ങനെ നമ്മൾ ഓരോ ക്വാഡ്രിലാറ്ററൽസും പഠിച്ചിട്ടുണ്ട്. സോറി, ക്വാഡ്രിലാറ്ററൽസ് അല്ല, പോളിഗൺസ്. ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താ? 4 സൈഡ്സ് ഉള്ളത് അല്ലെ. സ്ക്വയർ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്, അതുപോലെ നമ്മളെ റെക്ടാംഗിൾ ഒരു ക്വാഡ്രിലാറ്ററൽ ആണ്. അങ്ങനെ നമുക്ക് 4 സൈഡ്സ് ഉള്ളതിനൊക്കെ ക്വാഡ്രിലാറ്ററൽസ് എന്ന് പറയാം. ഇതെന്താ? ഇതൊരു പോളിഗൺ ആണ്. ഓക്കെ, അപ്പൊ ഒരു പെന്റഗൺ റെഗുലർ ആവുക നാച്ചുറലി ഇറ്റ് സൈഡ് ഷുഡ് ഹാവ് ഈക്വൽ ലെങ്ത്. അപ്പം എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? അതൊരു റെഗുലർ ആണ് എന്ന് പറയാം. റെഗുലർ പെന്റഗൺ ആണെങ്കിൽ നമ്മൾ എല്ലാ 5 സൈഡ്സ് അല്ലേ നമ്മളെ പെന്റഗൺ ഉണ്ടാവുക. ആ 5 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് സൈഡ്സ് മാത്രമാണോ? നോ, ആംഗിൾസും നോക്കണം അല്ലെ. പിന്നെ നമ്മളോട് പറഞ്ഞു നമ്മൾ ഓരോ ആംഗിൾസും 108 ഡിഗ്രി ആണ്. 108 ദാറ്റ് മീൻസ് 5 ആംഗിൾസ് ആണ് അല്ലെ പെന്റഗൺ ഉണ്ടാവുക. ഇവിടെയും 108, ഇവിടെയും 108, ഇവിടെയും 108, അങ്ങനെ വരും. അപ്പൊ ഇതെങ്ങനെ 108 ആയി എന്നുള്ളത് നമ്മൾ ഹയർ ക്ലാസ്സസിൽ പഠിക്കും. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഇത് മാത്രം ഓർത്ത് വെക്കുക. പെന്റഗൺ എന്ന് പറഞ്ഞാൽ 5 സൈഡ്സ് ഉള്ളതാണ്. അതിൽ എല്ലാ 5 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ നമുക്ക്, അതുപോലെ എല്ലാ ആംഗിൾസും 108 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാ? ഇതൊരു റെഗുലർ പെന്റഗൺ ആണ് എന്ന് പറയാം. അപ്പൊ ലേറ്റർ ഓൺ ലേൺ ദാറ്റ് ദ മെഷർ ഓഫ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾസ് ഈസ് 108 ഡിഗ്രി. ഓരോ ആംഗിൾസും 108 ഡിഗ്രിയാണ്. അത് നമുക്ക് ഹയർ ക്ലാസ്സസിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ റെഗുലർ ആണെങ്കിൽ ഇത് നോക്കുക, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം, അതുപോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഹെക്സഗൺ. ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലെ, 6 സൈഡ്സ് ഉള്ളതിനെയാണ് നമ്മൾ ഹെക്സഗൺ എന്ന് പറയാം. അപ്പൊ ഹെക്സഗണും റെഗുലർ ആവണമെങ്കിലുള്ള കണ്ടീഷൻ എന്താ? എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം, എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. ഹാസ് ഓൾ ഇറ്റ് സൈഡ്സ് ഈക്വൽ. അപ്പൊ ഹെക്സഗൺ എന്ന് പറഞ്ഞാല് 6 സൈഡ്സ് ആണ് ഉണ്ടാവുക. 3, 4, 5, 6. ഓക്കെ, അപ്പൊ 6 സൈഡ്സ് ആണ്. ആൻഡ് ഈച്ച് ഓഫ് ഇറ്റ്സ് ആംഗിൾസ് മെഷർ 120 ഡിഗ്രി. നമ്മളോട് പറഞ്ഞത് ഹെക്സഗണിന്റെ ഓരോ ആംഗിൾസും 120 ഡിഗ്രി ആയിരിക്കണം എന്നാ. പെന്റഗണിന്റെ എന്തായിരുന്നു? പെന്റഗണിന്റെ 108 ഡിഗ്രി ആണ്. അതുപോലെ നമ്മൾ ഓരോ ആംഗിൾസും ഹെക്സഗണിന്റെ 120 ഡിഗ്രി ആണ്. അപ്പൊ ഇതിന്റെ നമ്മൾ എങ്ങനെ 120 ഡിഗ്രി കിട്ടി, അങ്ങനെ ഇത് ഈ ഒരു ഫിഗറിനെ കുറിച്ച് കൂടുതൽ നമ്മൾ എന്താണ് പിന്നീട് പഠിക്കും. ഓക്കെ, അപ്പൊ ഇത് മാത്രം ഓർത്ത് വെക്കുക. റെഗുലർ ആവണമെങ്കിൽ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം, അതുപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കണം. Then
The regular polygons are symmetrical figures and hence their lines of symmetry are quite interesting. Each regular polygon has as many lines of symmetry as it has sides. എന്താ നമ്മളോട് പറഞ്ഞത്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്താണ്? ഒരു റെഗുലർ പോളിഗൺ ആണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിന്റെ ലൈൻ ഓഫ് സിമെട്രി അതിനെ നമുക്ക് എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്താൽ ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടും? ഇപ്പൊ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇതിനെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ? അപ്പൊ ഇതിനെ നമ്മൾ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ എന്താണ്? ഈക്വൽ ആയിട്ട് കിട്ടൂലേ? രണ്ട് പാർട്ടും ഈക്വൽ അല്ലേ? അതുപോലെ നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്തൂടെ? ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ്? ഇതിനിങ്ങോട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ അവിടെയും ഈക്വൽ ആയിട്ട് കിട്ടും. അതുപോലെ ഇങ്ങനെയും നമുക്ക് ഫോൾഡ് ചെയ്യാം. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങോട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഈക്വൽ ആയിട്ട് കിട്ടും അല്ലേ? എപ്പം ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ മാത്രം, ദാറ്റ് മീൻസ് എല്ലാ സൈഡ്സും ഈക്വൽ ആണെങ്കിൽ. അപ്പൊ നമ്മളിപ്പോ ഒരു പേപ്പർ എടുത്തു, എന്നിട്ട് എല്ലാ സൈഡ്സും ഈക്വൽ ഉള്ള ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാ? ഫോൾഡ് ചെയ്യാ. ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വെർട്ടിക്കലി നമ്മൾ ഫോൾഡ് ചെയ്ത് വെർട്ടിക്കലി നമ്മൾ എന്താണ്? ലൈൻ ഓഫ് സിമെട്രി വരച്ചു. എന്നിട്ട് അങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ്? ഈക്വൽ ഹാഫ് ആക്കിയിട്ട് കിട്ടും. അതുപോലെ നമ്മൾ എന്ത് ചെയ്യാ? ഇങ്ങനെയും കട്ട് ചെയ്ത് നോക്കുക, അതുപോലെ ഇങ്ങനെയും നോക്കുക. അപ്പൊ 3 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ത്രീ ലൈൻ ഓഫ് സിമെട്രി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളോട് എന്താ പറഞ്ഞേ? Each regular polygon has as many line of symmetry as it has sides. അപ്പൊ അതിന്റെ സൈഡ്സ് അനുസരിച്ച് അതിന് അത്രക്കും ലൈൻ ഓഫ് സിമെട്രി ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ എടുത്തു. സ്ക്വയറിന് നമുക്കറിയാം 4 സൈഡ്സ് ആണുള്ളത് അല്ലെ? അപ്പൊ നമുക്ക് അതിന് 4 ലൈൻ ഓഫ് സിമെട്രി വരയ്ക്കുക. ഇങ്ങനെ വരച്ചിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ എന്താണ്? ഈക്വൽ അല്ലേ? അതുപോലെ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ എന്താണ്? ഈക്വൽ ആണ്. അതുപോലെ നമുക്ക് ഇങ്ങനെയും വരച്ചിട്ട് ഫോൾഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇങ്ങനെയും വരച്ച് ഫോൾഡ് ചെയ്താൽ അതാണ് ലൈൻ ഓഫ് സിമെട്രി. നമുക്ക് 4 ലൈൻ ഓഫ് സിമെട്രി ചെയ്യാൻ പറ്റും സ്ക്വയറിന്. ഓക്കെ, അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെങ്കിൽ 3. We say they have multiple lines of symmetry. അപ്പൊ ഒന്നിൽ കൂടുതൽ ലൈൻസ് ഓഫ് സിമെട്രി ഉണ്ടായിട്ട് നമുക്ക് എന്ത് പറയാം? അതിന് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് സിമെട്രി ആണ് എന്ന് പറയാം. മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് സിമെട്രി. ഓക്കെ, അപ്പം we say they have multiple lines of symmetry. അപ്പൊ ഒന്നിൽ കൂടുതൽ ലൈൻ ഓഫ് സിമെട്രി ഉണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ലൈൻ ഓഫ് സിമെട്രി എന്ന് പറയാം. അപ്പൊ നമ്മൾ സ്ക്വയറിന്റെ കേസ് പറഞ്ഞു അല്ലെ? സ്ക്വയറിനെ നമുക്ക് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലും പിന്നെ ഈ 2 സൈഡിൽ നിന്നും നമുക്ക് എന്താണ്? ലൈൻ ഓഫ് സിമെട്രി നോക്കുമ്പോൾ എന്താണ്? ഇതിന് 4 ലൈൻ ഓഫ് സിമെട്രി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് ഇത് പറയാം സ്ക്വയർ ഹാവ് മൾട്ടിപ്പിൾ ലൈൻസ് ഓഫ് സിമെട്രി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇതുണ്ടോ? ഇവിടെ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാല് ഓരോ ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ നമുക്ക് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് എത്ര ലൈൻസ് ഓഫ് സിമെട്രി ആണുള്ളത്? 3 ലൈൻസ് ഓഫ് സിമെട്രി. കണ്ടോ? ഇത് നമുക്ക് ഇങ്ങനെ ഡിവൈഡ് ചെയ്യാം, അതുപോലെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. ഇനി നിങ്ങൾ നമ്മൾ എല്ലാ സൈഡ്സും ഈക്വൽ ആക്കിയിട്ട് 3 സൈഡ്സും ഈക്വൽ ആക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തു. ഒരു ട്രയാങ്കിൾ കട്ട് ചെയ്തു. അതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ ഫോൾഡ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ ആദ്യം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കുമ്പോൾ എന്താണ്? ഈക്വൽ പാർട്സ് ആയിട്ട് കോയിൻസൈഡ് നോക്കുക. ഓക്കെ, അതുപോലെ പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കുക, അതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് നോക്കുക. അപ്പൊ 3 ലൈൻസ് ഓഫ് സിമെട്രി ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിനുള്ളത്. ഓക്കെ, ഇനി അതുപോലെ കണ്ടോ സ്ക്വയറിന് നമുക്കറിയാം സ്ക്വയറിന് 4 സൈഡ്സ് ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് 4 ലൈൻസ് ഓഫ് സിമെട്രി. നമുക്ക് ഹൊറിസോണ്ടലി വരയ്ക്കാം, വെർട്ടിക്കലി വരയ്ക്കാം, അതുപോലെ 2 സൈഡ്സും കണ്ടോ. അപ്പൊ നമ്മള് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാ? കട്ട് ചെയ്താണ്ട് ഒരു സ്ക്വയർ കട്ട് ചെയ്യുക. ദാറ്റ് മീൻസ് എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കണം അല്ലെ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫോൾഡ് ചെയ്തിട്ട് നോക്കാം. അപ്പൊ 4 രീതിയിൽ നമുക്ക് കോയിൻസൈഡ് ആയിട്ട് എന്താണ്? ഫോൾഡ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താണ്? ബാക്കി റിമൈനിങ് പാർട്സ് ഒന്നും ഉണ്ടാവരുത്. അത് സെയിം അതുപോലെ ഈക്വൽ പാർട്സ് ആയിട്ട് കിട്ടണം. ഓക്കെ, അതുപോലെ ഇതൊരു റെഗുലർ പെന്റഗൺ ആണ്. പെന്റഗൺ എന്നല്ല പറഞ്ഞത്, റെഗുലർ പെന്റഗൺ. റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞാല് അത് നമുക്ക് പറയാം ഇതിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്, അതുപോലെ ഇതിന്റെ എല്ലാ ആംഗിൾസും ഈക്വൽ ആണെന്ന് പറയാം. അതുകൊണ്ടാണ് റെഗുലർ പെന്റഗൺ എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇതിനെങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും? ഒന്ന് വെർട്ടിക്കലി, ദെൻ പിന്നെ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കാം,
അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് ഡ്രോ ചെയ്യാം, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്, ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട്. ടോട്ടൽ എത്ര സൈഡ്സ് ഉണ്ട്? നമുക്കറിയാം പെന്റഗണിന് 5 സൈഡ്സ് ആണ്. സോ വി ക്യാൻ ഡ്രോ 5 ലൈൻസ് ഓഫ് സിമെട്രി. നമുക്ക് 5 ലൈൻസ് ഓഫ് സിമെട്രി ഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ നോക്കാം, റെഗുലർ ഹെക്സഗൺ ആണ് ഇവിടെ നമുക്ക് തന്നത്. ഹെക്സഗൺ എന്ന് പറഞ്ഞാല് 6 സൈഡ്സ് ആണ്. സോ 6 ലൈൻസ് ഓഫ് സിമെട്രി ആണ് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, 1 2 3 4 5 6 ലൈൻസ് ഓഫ് സിമെട്രി നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. കാരണം ഇതിന് 6 സൈഡ്സ് ആണ്. അപ്പൊ നമ്മൾ സൈഡ്സ് നോക്കിയാൽ മതി. ഓക്കെ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന് 3 സൈഡ്സ് ആയതുകൊണ്ട് 3 ലൈൻസ് ഓഫ് സിമെട്രി. അതുപോലെ സ്ക്വയറിന് 4 സൈഡ് ആയതുകൊണ്ട് 4 ലൈൻസ് ഓഫ് സിമെട്രി. റെഗുലർ പെന്റഗണിന് 5 സൈഡ്സ് ആയതുകൊണ്ട് 5 ലൈൻസ് ഓഫ് സിമെട്രി. റെഗുലർ ഹെക്സഗണിന് 6 സൈഡ്സ് ആയതുകൊണ്ട് 6 ലൈൻസ് ഓഫ് സിമെട്രി. ഓക്കെ, 5 lines of symmetry, 6 lines of symmetry. Then next, the concept of line symmetry is closely related to mirror reflection. അപ്പൊ നമ്മള് ലൈൻ സിമെട്രി എന്തിന് ക്ലോസ്ലി റിലേറ്റഡ് ആണ്? മിറർ റിഫ്ലക്ഷൻ. എന്താ മിറർ റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാല് നമുക്കറിയാം അല്ലെ. നമ്മളിപ്പോ ഇവിടെ നമ്മൾ എ എന്ന് പറഞ്ഞൊരു ഷേപ്പ് വെച്ചു, എന്നിട്ട് നമ്മൾ മിറർ വെക്കുമ്പോൾ അതിന്റെ ഹാഫ് നമുക്ക് ആ മിററിൽ കാണാൻ പറ്റില്ലേ? A shape has line symmetry when one half of it is the mirror image of the other half. അപ്പൊ ഒരു ഷേപ്പിന് ലൈൻ സിമെട്രി ഉണ്ടാവുക. A shape has line symmetry എപ്പോഴാണ്? when one half of it is the mirror image of the other half. ഒരു ഹാഫിന്റെ മിറർ ഇമേജ് ആയിരിക്കും മറ്റേ ഹാഫ്. കണ്ടോ, നമ്മൾ ഈ ഒരു പിക്ചർ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം എ എന്ന് പറഞ്ഞൊരു ആൽഫബറ്റ് ആണ് ഇവിടെ നമ്മൾ. എന്നിട്ട് എന്ത് ചെയ്തു? മിറർ വെക്കുമ്പോൾ റിഫ്ലക്ഷൻ, മിറർ റിഫ്ലക്ഷൻ. അപ്പൊ ഇതിന്റെ ഹാഫ് നമുക്ക് മിററിൽ കാണാൻ പറ്റൂലേ. അപ്പം അതിന് ലൈൻ സിമെട്രി ഉണ്ടാവുക. 1 half ഓഫ് ഇറ്റ് ഈസ് ദ മിറർ ഇമേജ് ഓഫ് ദ അതർ ഹാഫ്. ഓക്കെ, അപ്പൊ നമ്മളെ ലൈൻ ഓഫ് സിമെട്രി ക്ലോസ്ലി റിലേറ്റഡ് ടു മിറർ റിഫ്ലക്ഷൻ ആണെന്ന് ഓർത്ത് വെക്കുക. The next one, a mirror line thus helps to visualize a line of symmetry. എന്താ പറഞ്ഞത്? എ മിറർ ലൈൻ, മിറർ ലൈന് നമ്മളെ ലൈൻ ഓഫ് സിമെട്രി വിഷ്വലൈസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതെന്താ? ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ തന്നത് കണ്ടോ? ഇറ്റ് ഈസ് ദ ഡോട്ടഡ് ലൈൻ എ മിറർ ലൈൻ. മിറർ ലൈൻ ആവോ? നമുക്ക് ഇത് മിറർ ലൈൻ ആണെങ്കിൽ അത് മിറർ ലൈൻ ആണെങ്കിൽ എന്തായിരിക്കണം? അത് ഈക്വൽ ഹാഫ് ആവൂലേ? അതിന്റെ സെയിം ഹാഫ് എന്നല്ലേ ഇവിടെ വരിക? ഇവിടെ നമുക്ക് അങ്ങനെയാണോ തന്നത്? അല്ലല്ലോ, ഇവിടെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഷേപ്പാണ്. പിന്നെ മിറർ ലൈൻ കഴിഞ്ഞിട്ട് ഇത്ര ചെറിയൊരു ട്രയാങ്കിൾ ആണ്. അപ്പൊ നമുക്ക് എന്താ പറയാ? ദ ഡോട്ടഡ് ലൈൻ ഒരു മിറർ ലൈൻ ആണോ എന്നാണ് ചോദിച്ചത്. നോ, ഇറ്റ് ഈസ് നോട്ട് ദ മിറർ ലൈൻ. അപ്പൊ നെക്സ്റ്റ് ഫിഗർ നോക്കുക. ഇവിടെ ഡോട്ടഡ് ലൈൻ ഒരു മിറർ ലൈൻ ആണോ? മിറർ ലൈൻ ആവുമ്പോൾ ഈ സെയിം പാർട്ട് തന്നെ എന്തായിരിക്കും? നമ്മള് ഈക്വൽ ഹാഫ് ഇതിന്റെ സെയിം തന്നെ ആയിരിക്കും ഇവിടെയും അല്ലെ. അപ്പൊ നമ്മൾ ഇതൊരു മിറർ ലൈൻ ആണെങ്കിൽ നമ്മൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിലുള്ള ഈ പാർട്ടും റൈറ്റ് സൈഡിലുള്ള ഈ പാർട്ടും ഒരുപോലെയല്ലേ? സോ വി ക്യാൻ സേ ദാറ്റ് ദ ഡോട്ടഡ് ലൈൻ ഈസ് എ മിറർ ലൈൻ. ഓക്കെ, അപ്പം മിറർ ലൈൻ ആണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാ? രണ്ട് സൈഡും ഒരുപോലെയാണോ നോക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നമ്മളെ മിറർ ലൈൻ, ഡോട്ടഡ് ലൈൻ, ഇത് എന്താണ്? മിറർ ലൈൻ ആണോ എന്നാണ് ചോദിച്ചത്. ഇതല്ലേ അല്ലെ. അതുപോലെ ഈ ഒരു ഫിഗർ ചോദിച്ചു, ഇത് നമുക്ക് കണ്ടാലേ മനസ്സിലാക്കാൻ പറ്റും ഈ ഡോട്ടഡ് ലൈൻ ഒരു മിറർ ലൈൻ ആണ്. ക്ലിയർ? The next one, while dealing with the mirror reflection, care is needed to note down the left-right changes in the orientation as seen in the figure here. എന്താ ഇവിടെ നമുക്ക്? ഇവിടെ നമുക്ക് 6 കണ്ടോ? ഇതൊരു മിറർ ലൈൻ ആണ്. അപ്പൊ 6ന് നമ്മള് മിററിൽ കണ്ടപ്പോ ഇങ്ങനെയാണ് അല്ലെ, തിരിച്ചാണ്. നമ്മൾ അങ്ങനെയല്ലേ മിററിൽ കാണുമ്പോ നമുക്ക് നമ്മൾ ഈ സൈഡ് ആയിരിക്കൂല, ആ സൈഡിലായിരിക്കും കാണുക അല്ലെ. അപ്പം വൈൽ ഡീലിംഗ് വിത്ത് മിറർ റിഫ്ലക്ഷൻ കെയർ ഈസ് നീഡഡ്. നമ്മൾ മിറർ റിഫ്ലക്ഷനുമായിട്ട് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കെയർ വേണം. ടു നോട്ട് ഡൗൺ ദ ലെഫ്റ്റ് റൈറ്റ് ചേഞ്ചസ്. ലെഫ്റ്റ് ഉള്ളത് റൈറ്റ് ആയിട്ട് കാണും, റൈറ്റ് ഉള്ളത് ലെഫ്റ്റ് ആയിട്ടും കാണും. ഓക്കെ, നമ്മൾ 6 നമ്മൾ ഇങ്ങനെയാണ്. അപ്പൊ നമ്മൾ മിററിൽ നമ്മളിപ്പോ എന്തെങ്കിലും എയ്ത്തൊക്കെ നമ്മൾ മിററിന്റെ മുന്നിൽ ഇങ്ങനെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കത് തിരിച്ചായിട്ടല്ലേ കാണുക. അതാണ് ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ കണ്ടോ ഇവിടെ റാറ്റ്, ആ റാറ്റ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ ഇവിടെ ഈ ഒരു സൈഡാണ് കാണുന്നത്. ദ ഷേപ്പ് ഈസ് സെയിം, ഷേപ്പ് സെയിം ആയിരിക്കും, ബട്ട് ദ അതർ വേ റൗണ്ട്, അതെന്താണ്? വേറെ തിരിച്ചാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്
അല്ലെ? നമ്മൾ എന്താണ് ലൈൻ ഓഫ് സിമെട്രി, മിറർ റിഫ്ലക്ഷൻ എന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്തത്. ഇനി നമുക്ക് ഇതിന്റെ പ്രോബ്ലംസ്, നമ്മൾ ഓരോ ഷേപ്പിന്റെയും ലൈൻ ഓഫ് സിമെട്രി ഒക്കെ ഉള്ള ഒരു പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.